സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നൽകി. കണ്ണൂർ, കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകൾക്കാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തീവ്രമഴ മുന്നറിയിപ്പ് നൽകിയത്. 6 ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ സൂര്യഗായത്രി നൽകും. മഴ കനക്കും, യെല്ലോ മുന്നറിയിപ്പുകൾ നിൽക്കുന്നു. എന്തൊക്കെയാണ് മഴയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ? ഫിജി, വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നത്. ഇന്നും സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും അതിശക്തമായ മഴ ലഭിക്കുമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇന്ന് 4 ജില്ലകൾക്ക് തീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുകയാണ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് തീവ്ര മഴ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് അലർട്ടുകൾ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ 6 ജില്ലകളിൽ യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം ഒഴികെയുള്ള 6 ജില്ലകളിൽ യെല്ലോ അലർട്ടും നൽകിയിരിക്കുന്നത്. വരും സമയങ്ങളിൽ മഴ കൂടുതൽ ശക്തമാകും എന്ന മുന്നറിയിപ്പ് പ്രകാരം അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ തന്നെ പൊതുജനം പാലിക്കണം എന്നും പറയുന്നുണ്ട്. മത്സ്യബന്ധന തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് തുടരുകയാണ്. ഇനിയൊരു മുന്നറിയിപ്പ് ഉണ്ടാകുന്നതുവരെ മത്സ്യത്തൊഴിലാളികൾ കടലിനുള്ളിലേക്ക് പോകരുത് എന്നതാണ് മുന്നറിയിപ്പിൽ പറഞ്ഞിട്ടുള്ളത്. കർശനമായ നിയന്ത്രണമാണ് മത്സ്യത്തൊഴിലാളികൾക്ക് മേൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ മഴ കൂടുതൽ ശക്തമാകുന്ന സാഹചര്യങ്ങളിൽ മഴക്കെടുതികളൊക്കെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത പരിഗണിച്ചാണ് മലയോര മേഖലകളിൽ താമസിക്കുന്നവർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ ഇതുവരെ മുന്നറിയിപ്പൊന്നും തന്നെ അലർട്ടുകൾ ഒന്നും തന്നെ പുറപ്പെടുവിച്ചിട്ടില്ലെങ്കിലും ഇന്നലെ രാത്രി മുതൽ ജില്ലയിൽ ആരംഭിച്ച ഒരു മഴയാണ്. അത് ഇപ്പോഴും തുടരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. മഴ തുടരുമ്പോൾ അത്തരത്തിലുള്ള വെള്ളക്കെട്ട് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിലൊക്കെ തന്നെ പൊതുജനം ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്.